ഇന്നത്തെ വീഡിയോയിൽ +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ പോർഷനിലെ പോയിൻറ്റേഴ്സ് എന്ന പോർഷനാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞതിൽ നമ്മൾ എന്താണ് പോയിൻറ്റർ? അതൊരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. പോയിൻറ്ററിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. പോയിൻറ്ററിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ പോയിൻറ്ററിലേക്ക് അതായത് ഒരു അഡ്രസ്സ് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ആംപർസൻഡ് എന്ന് പറയുന്ന സിമ്പലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതൊരു സാധാരണ വേരിയബിൾ ആണെങ്കിലും ഒരു പോയിൻറ്റർ വേരിയബിൾ ആണെങ്കിലും ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് കാണാൻ ആംപർസൻഡ് എന്ന് പറഞ്ഞ സൈനാണ് യൂസ് ചെയ്യുക. അതേസമയം പോയിൻറ്റർ വേരിയബിൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിൻ്റെ ഉള്ളിലെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ്ട്രിക് സിമ്പലാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പോയിൻറ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് നമ്മൾ പല ക്വസ്റ്റ്യൻസ് ഇട്ട് പ്രോബ്ലംസ് ആയിട്ട് ഓരോന്നോരോന്നൊക്കെ സേവ് ചെയ്ത് നിങ്ങൾ പഠിച്ചെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോയിൻറ്റേഴ്സിൻ്റെ അടുത്തൊരു സെക്ഷനാണ്. അതായത് പോയിൻറ്റേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. C++ൽ നമ്മൾ പല ഓപ്പറേറ്റേഴ്സും പഠിച്ചായിരുന്നു. എന്താണ് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, പ്ലസ് മൈനസ് അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അർത്ഥമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അങ്ങനെ C++ൽ നമുക്ക് കുറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക പോയിൻറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ, അതായത് പോയിൻറ്ററിൽ നമുക്ക് പോയിൻറ്റർ എന്ന് പറയുന്ന ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റാണ് അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ്. നമുക്ക് മെയിനായിട്ട് അർത്ഥമാറ്റിക് ഓപ്പറേഷൻസ്, അതായത് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് പോയിൻറ്ററിൽ ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. സാധാരണ പ്ലസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്പറിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും, അതാണ് പ്ലസ് ചെയ്യുക. സാധാരണ ഒരു ഓർഡിനറി വേരിയബിൾ ആണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, A=5. എ എന്ന് പറയുന്നത് ഒരു ഓർഡിനറി വേരിയബിളാണ്. എയുടെ ഉള്ളിൽ 5 എന്ന് പറഞ്ഞ ആൻസറാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എഴുതുകയാണ് A=A+1 എന്ന് പറഞ്ഞാൽ എയിലിരിക്കുന്ന വാല്യൂവിൻ്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ എയുടെ ഉള്ളിലിരിക്കുന്ന വാല്യൂ 5 ആണ്. 5+1 6 എന്നായിരിക്കും ഇപ്പോൾ പുതിയതായിട്ട് എക്ക് കിട്ടുന്ന വാല്യൂ. പക്ഷേ പോയിൻറ്ററിൻ്റെ കോൺസെപ്റ്റിൽ 1 ആഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ഡേറ്റയുടെ കൂടെ 1 ആഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. പോയിൻറ്ററിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്താ ഉണ്ടാവുക? ഒരു അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ അഡ്രസ്സിൻ്റെ കൂടെ +1 എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻഡ് സ്റ്റാർ അല്ലെങ്കിൽ ഇൻഡ് സ്റ്റാർ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്, എ എന്ന് പറയുന്നത് ഒരു പോയിൻറ്റർ വേരിയബിളാണ്. എ എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് 100 ആണെങ്കിൽ A+1 എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റർ വേരിയബിളുണ്ട് +1 ചെയ്യുമ്പോൾ എയുടെ കൂടെ 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ 100 + 1 100 ആണ്. 1 എന്നല്ല നിങ്ങൾക്ക് ആൻസർ കിട്ടുക. 100 എന്ന് പറയുന്നത് അഡ്രസ്സാണ്. അപ്പോൾ എയുടെ അഡ്രസ്സാണ് 100. അപ്പോൾ A+1 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? 100ൻ്റെ കൂടെ +1 × 4. ആ 4 എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇൻഡ് സ്റ്റാർ എ. ഇൻഡ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ പോയിൻറ്റർ ആയതുകൊണ്ട് ഇൻഡിന് എത്ര ബൈറ്റാണ് വേണ്ടത്? 4. അപ്പോൾ A+1 എന്ന് പറയുമ്പോൾ A+1 × 4 അതൊരു ഇൻഡിജർ ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ടാണ് പിള്ളേരെ. ഇപ്പോൾ ഇൻഡിജറിന് പകരം ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? char A എന്ന് ഡിക്ലെയർ ചെയ്താൽ A+1 ചെയ്യുമ്പോൾ A+1 × 1 ചെയ്യും. തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷനാണ് പോയിൻ്റ് A. അതാണ് ഇവിടെ തിയറി ആയിട്ട് പറയുക. ആഡിങ് 1 to a pointer is not the same as adding 1 to an int or float ടൈപ്പ് ഡേറ്റ. ഇൻഡ് അല്ലെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് സാധാരണ വേരിയബിളിൻ്റെ കൂടെ 1 ചേർക്കുന്ന പോലെയല്ല പോയിൻറ്റർ വേരിയബിളിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. വെൻ വി ആഡ് 1 to an int പോയിൻറ്റർ, നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ആഡ് ചെയ്യുന്നത് ഒരു ഇൻഡിജർ പോയിൻറ്റർ വേരിയബിൾ ആണെങ്കിൽ ദ എക്സ്പ്രഷൻ റിട്ടേൺസ് ദി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ലൊക്കേഷൻ ഓഫ് ഇൻഡ് ടൈപ്പ്. അതായത് ആ വേരിയബിൾ അടുത്തതായിട്ട് പോയിൻ്റ് ചെയ്യുന്ന നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്ത് കിട്ടുക. അതായത് എയുടെ ഉള്ളിലിരിക്കുന്ന വാല്യൂ 100 എ എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ A+1 ചെയ്യുമ്പോൾ ഇൻഡിജർ വേരിയബിൾ ആയതുകൊണ്ട് A+1 × 4 which is equal to 104 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക്
എ അടുത്തതായിട്ട് പോയിന്റ് ചെയ്ത് കിട്ടുക. സിമിലർലി ഫ്ലോട്ട് ആണെങ്കിൽ ആഡിങ് 1 to a float type its size is 4 so is added to the address. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ മിസ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, രണ്ട് പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, PTR1 PTR2. ഈ PTR1 PTR2 എന്ന് പറയുന്നത് എന്ത് ഡേറ്റ ടൈപ്പാണ്? ഇൻഡ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ പോയിന്റ് PTR1 PTR2 ഓരോന്നിനും എത്ര ബൈറ്റ് വീതം? 4 ബൈറ്റ് വീതമാണ് വെച്ചിരിക്കുക. അപ്പോൾ PTR1ൻ്റെ അഡ്രസ്സ് 1000ഉം PTR2ൻ്റെ അഡ്രസ്സ് 1004 എന്ന് എഴുതിയിരിക്കണം. അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ PTR2 എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് PTR1 + 1. PTR2 എന്ന് പറയുന്ന പോയിന്റ് ചെയ്തിരിക്കുന്നത് PTR1 + 1 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ PTR1 + 1 എന്ന് പറയുമ്പോൾ PTRൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? PTR എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളാണ്. അപ്പോൾ PTR എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൻ്റെ അഡ്രസ്സ് എത്രയാണ്? PTR1 എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൻ്റെ അഡ്രസ്സ് 1000 ആണെങ്കിൽ 1000 + 1 × 4, അതായത് PTR1ൻ്റെ അഡ്രസ്സ് 1000 ആണെങ്കിൽ 1000 + 1 × 4 which is equal to 1004. അതായിരിക്കും PTR2 പോയിന്റ് ചെയ്യണത്. അപ്പോൾ PTR എന്താണ്? പിന്നെ PTR2 = PTR1 + 1 എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സാമ്പിൾ ജസ്റ്റ് മിസ് ചെയ്തിന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ PTR1 = PTR1 + 1 എന്ന് വെച്ചാൽ PTR1 പിന്നെ പുതിയതായിട്ട് പോയിന്റ് ചെയ്യുന്നത് PTR1 + 1, അതായത് PTRൻ്റെ ഇപ്പോഴത്തെ അഡ്രസ്സ് 1000 ആണെങ്കിൽ 1000 + 1 × 4 1004. ഇതിപ്പോൾ ഇത്രയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ രണ്ട് പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ചതാണ്. PTR2 എന്ന് പറഞ്ഞാൽ PTR1 + 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ എഴുതിയത്. PTR1 + 1 എന്ന് വെച്ചാൽ PTR1ൻ്റെ അഡ്രസ്സ് 1000 ആണെങ്കിൽ 1000 + 1 × എന്താണ് 4 എന്ന് ആഡ് ചെയ്യാൻ കാരണം എന്താണ്? ഇതൊരു PTR1 + 1 എന്ന് പറഞ്ഞാൽ PTR1 എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിൾ ഒരു ഇൻഡിജർ വേരിയബിളാണ്. +1 × 4 ചെയ്യുമ്പോൾ ഇൻഡിന് 4 ബൈറ്റ് ആയതുകൊണ്ടാണ് ഇൻഡ് 4 ചെയ്തത്. അപ്പം അതാണ് PTR 1000 + 4 1004 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും PTR2 സ്റ്റോറി. അതായത് PTR2 ഉണ്ടാകുന്നത് തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷൻ 1004. അത് കിട്ടാൻ കാരണം 1004 എന്ന് കിട്ടാൻ കാരണം PTR1 + 1 എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് അവിടെ കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഒരു പോയിന്റർ വേരിയബിളിൻ്റെ കൂടെ +1 എന്നോ 2 എന്നോ -1 എന്നോ 2 എന്നോ ഒക്കെ കൊടുത്താൽ ഡയറക്റ്റായിട്ട് ആ വാല്യൂവിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയോ 2 ആഡ് ചെയ്യുകയോ ചെയ്യുകയോ അല്ല ചെയ്യുക. അതൊരു പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് അതൊരു അഡ്രസ്സായിരിക്കും ഹോൾഡ് ചെയ്യുക. ആ അഡ്രസ്സിൻ്റെ കൂടെ പ്ലസ് ആ നമ്പർ ഇൻറ്റു അതിൻ്റെ ബേസിക് ഡേറ്റ ടൈപ്പിൻ്റെ സൈസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആ പുതിയ മെമ്മറി ലൊക്കേഷനിലേക്കായിരിക്കും ആ വേരിയബിൾ പോയിന്റ് ചെയ്യുക. ആ ഒരു കോൺസെപ്റ്റ് ഓർക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഒരു എക്സ്പ്ലനേഷൻ ഇത്രയും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്ററിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാനായിട്ട് നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 3 വേരിയബിൾ, അതായത് 3 നോർമൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുക. ഇൻഡ് num1 5, num2 എന്ന് പറഞ്ഞ വേരിയബിൾ 10, num3 എന്ന് പറഞ്ഞ വേരിയബിൾ 15. ഇത് 3ഉം സാധാരണ ഓർഡിനറി വേരിയബിൾസ്, ഇൻഡിജർ ഡേറ്റ ടൈപ്പിലുള്ള 3 നോർമൽ വേരിയബിൾസ്. ഇനി ഇൻഡ് *PTR1 ഇൻഡ് *PTR2 *PTR3 ഇത് 3ഉം PTR1 PTR2 PTR3യും ഇൻഡിജർ ഡേറ്റ ടൈപ്പിലുള്ള പോയിന്റ് വേരിയബിളാണ്. ഇനി PTR1 = num1, അതായത് PTR1ലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ num1ൻ്റെ അഡ്രസ്സാണ്. 5ഉം 10ഉം 15ഉം അല്ല കൊടുത്തിരിക്കുന്നത്. PTR1ഉം PTR2ഉം PTR3യും പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക? അഡ്രസ്സാണ് ഉണ്ടാവുക. അപ്പോൾ PTR1ൽ എന്തിൻ്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്? num1 എന്ന് പറയുമ്പോൾ num1ൻ്റെ അഡ്രസ്സായിരിക്കും. PTR2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് num2ൻ്റെ അഡ്രസ്സായിരിക്കും. PTR3ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് num3യുടെ അഡ്രസ്സായിരിക്കും. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി Coutൽ അഡ്രസ് ഓഫ് PTR1, നിങ്ങളോട് PTR1ൻ്റെ അഡ്രസ്സ് എത്രയും ചോദിച്ചാൽ നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി? PTR1ൻ്റെ ഉള്ളിലിരിക്കുന്നത് അഡ്രസ് സ്റ്റോർഡ് ഇൻ PTR1, അതായത് അഡ്രസ് ഓഫ് PTR1 അല്ല, അഡ്രസ്
അഡ്രസ് സ്റ്റോർഡ് ഇൻ PTR1. എന്താണ് PTR1 സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഏതായിരിക്കും പിള്ളേരെ? PTR1 സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് num1ൻ്റെ അഡ്രസ്സായിരിക്കും. അപ്പം ആ num1ൻ്റെ അഡ്രസ്സ് ആംപ്രസൻറ്റ് num1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെറും PTR1 എന്ന് കൊടുക്കാം. അപ്പോൾ അഡ്രസ് സ്റ്റോർഡ് ഇൻ PTR1 എന്ന് പറയുമ്പോൾ PTR1 കൊടുക്കുമ്പോൾ എന്തിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടും? നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടും. ഇനി കണ്ടൻറ്റ് ഓഫ് PTR1ൻ്റെ കണ്ടൻറ്റ് എത്രയെന്ന് കാണാൻ വേണ്ടി PTR1ൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും? PTR1ൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് കിട്ടാനായിട്ട് PTR1ൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം എന്തായിരിക്കും? നമ്മിൻ്റെ അഡ്രസ്സ്. അപ്പം നമ്മിൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ, അതായത് PTR1ൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടാവുന്ന കണ്ടൻറ്റ് എന്തായിരിക്കും? നമ്മിൻ്റെ അഡ്രസ്സായിരിക്കും. ആ നമ്മിൻ്റെ ഉള്ളിലിരിക്കുന്ന ഡേറ്റ കിട്ടാനായിട്ട് എന്ത് കൊടുത്താൽ മതി? സ്റ്റാർ PTR1. അപ്പോൾ PTR1ൻ്റെ ഉള്ളിൽ PTR1ലിരിക്കുന്നത് നമ്മിൻ്റെ അഡ്രസ്സായിരിക്കും. അത് കിട്ടാൻ വേണ്ടി PTR1 എന്ന് കൊടുത്താൽ മതി. ഇനി PTR1ൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മിൻ്റെ അഡ്രസ്സിലിരിക്കുന്ന വാല്യൂ കിട്ടാനായിട്ട് സ്റ്റാർ PTR1 കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? PTR1ൻ്റെ ഉള്ളിലിരിക്കുന്നത് num1ൻ്റെ അഡ്രസ്സ്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ എത്ര? 5. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 എന്ന് ആൻസർ കിട്ടും. ഇനി അതുപോലെ അഡ്രസ് സ്റ്റോർഡ് ഇൻ PTR2, അതായത് PTR2നുള്ളിൽ ആരുടെ അഡ്രസ്സ് ഉണ്ടാവുക പിള്ളേരെ? PTR2ൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്തിൻ്റെ അഡ്രസ്സാണ്? num2ൻ്റെ അഡ്രസ്സ്. ആ num2ൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് PTR2 പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഇനി കണ്ടൻറ്റ് ഓഫ് PTR2ൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് എന്തായിരിക്കും? PTR2ൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് num2ൻ്റെ അഡ്രസ്സായിരിക്കും. അതിലുള്ള കണ്ടൻറ്റ് കിട്ടാനായിട്ട് എന്താ കൊടുക്കുക? സ്റ്റാർ PTR2. അപ്പോൾ ഈ സ്റ്റാർ PTR2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോണേ? num2ൻ്റെ ഉള്ളിലെ ഡേറ്റ, അതായത് num2ലെ ഡേറ്റ 10 ആയിരിക്കും. ഇനി അഡ്രസ്സ് സ്റ്റോർഡ് ഇൻ PTR3, അതായത് PTR3ൻ്റെ അഡ്രസ്സ് എന്തായിരിക്കും? ആംപ്രസൻറ്റ് num3യുടെ അഡ്രസ്സായിരിക്കും PTR3യിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ PTR3 പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ num3യുടെ അഡ്രസ്സായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി കണ്ടൻറ്റ് ഓഫ് PTR3യിലുള്ള കണ്ടൻറ്റ് എന്തായിരിക്കും? num3യുടെ അഡ്രസ്സ്. num3യുടെ ഉള്ളിലെ കണ്ടൻറ്റ് കിട്ടാനായിട്ട് എന്ത് കൊടുത്താൽ മതി? സ്റ്റാർ PTR3. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് നോക്കിയതാ. PTR1, PTR2, PTR3 എന്ന് പറയുമ്പോൾ അതൊരു പോയിൻ്റർ വേരിയബിൾ ആയതുകൊണ്ട് PTR1ൻ്റെ ഉള്ളിൽ പോയിൻ്റ് ചെയ്തിരിക്കുന്ന num1ൻ്റെ അഡ്രസ്സ് ആയതുകൊണ്ട് PTR1 പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ num1ൻ്റെ അഡ്രസ്സ്, PTR2 എന്ന് പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ num2ൻ്റെ അഡ്രസ്സ്, PTR3 എന്ന് പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ num3യുടെ അഡ്രസ്സ്. ഈ PTR1ൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മിൻ്റെ ഉള്ളിലെ ഡേറ്റ കിട്ടാനായിട്ട് സ്റ്റാർ PTR1, PTR2ൻ്റെ ഉള്ളിലിരിക്കുന്ന num2ൻ്റെ അഡ്രസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ് കിട്ടാൻ സ്റ്റാർ PTR2, PTR3യുടെ ഉള്ളിലിരിക്കുന്ന num3യുടെ അഡ്രസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർ PTR3. അപ്പോൾ നോക്കുക, നമുക്ക് ഈ ഒന്നിടവിട്ട ഉത്തരങ്ങൾ 5, 10, 15 കിട്ടണമെന്ന് നോക്കാം. ഇത് 3 അഡ്രസ്സായിരിക്കും. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇത് തന്നെ ഒരു പ്രോഗ്രാമും കൂടി വെച്ച് മിസ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ PTR1ൻ്റെ അഡ്രസ്സും PTR2ൻ്റെ അഡ്രസ്സും PTR3യുടെ അഡ്രസ്സും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞ് എന്താണ്, ഇൻഡിജർ ആണെങ്കിൽ ആദ്യത്തെ 4 കഴിഞ്ഞ് തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും പോയിന്റ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത മെമ്മറി ഇപ്പോൾ 1000 ആണെങ്കിൽ തൊട്ട് 4 ഇൻഡിജർ ആകുമ്പോൾ 4 കഴിഞ്ഞ് 1004, തൊട്ടടുത്താണെങ്കിൽ 1008, അങ്ങനെയായിരിക്കും നമുക്ക് മെമ്മറി കിട്ടുക. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഈ PTR1 = PTR1+1 എന്നുള്ളൊരു കോൺസെപ്റ്റുകളൊന്നും ഇവിടെ എഴുതി കൊടുത്തിട്ടില്ല. ജസ്റ്റ് 3 പോയിന്റർ വേരിയബിളിലേക്ക് 3 അഡ്രസ്സുകൾ കൊടുത്ത് ആ അഡ്രസ്സുകളൊന്നും നോക്കുക. അതൊന്നും എന്താണ് കണ്ടിന്യൂസ് അഡ്രസ്സ് ആയിരിക്കില്ല. ഇനി ഞാനിതൊന്ന് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട്. അഡ്രസ്സുകൾ എപ്പോഴും ഒരു ഹെക്സാഡെസിമൽ വലിയ നമ്പറുകളായിരിക്കും കേട്ടോ പിള്ളേരെ. അപ്പോൾ ഇവിടെ ഞാനിത് ചെയ്ത് നോക്കി. അഡ്രസ് സ്റ്റോർഡ് ഇൻ PTR1ൻ്റെ ഉള്ളിൽ എന്തിൻ്റെ അഡ്രസ്സാണ് പിള്ളേരെ ഈ കാണുന്നത്? എന്തിൻ്റെ അഡ്രസ്സാണ്? OX60FEE0 എന്ന് പറയുന്നത് num1ൻ്റെ അഡ്രസ്സാണ്. ഇനി സ്റ്റാർ PTR1 എന്ന് പറയുമ്പോൾ നമ്മിൻ്റെ ഉള്ളിലിരിക്കുന്ന, അതായത് PTR1ൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മിൻ്റെ ഉള്ളിലെ ഡേറ്റ 5 നിങ്ങൾക്ക് അവിടെ കിട്ടി. ഇനി അഡ്രസ് സ്റ്റോർഡ് ഇൻ PTR2ൽ എന്തിൻ്റെ അഡ്രസ്സാണ്? num2ൻ്റെ അഡ്രസ്സ്. അതാണ് ഇതും ഈ അഡ്രസ്സ് നോക്കുക, ഡിഫറെൻ്റ് അഡ്രസ്സ്. ഇനി കണ്ടൻറ്റ് ഓഫ് PTR2 num2ൻ്റെ കണ്ടൻറ്റ് കിട്ടും. അഡ്രസ് സ്റ്റോർഡ് ഇൻ PTR3 ഒരു അഡ്രസ്സ് കിട്ടും, അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് 50 എന്ന് കിട്ടും. ഇത് സാധാരണ കേസ്. PTR1 പറഞ്ഞാൽ PTR1ൻ്റെ ഉള്ളിൽ നമ്മിൻ്റെ അഡ്രസ്സ്, സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ PTR1ൻ്റെ ഉള്ളിലുള്ള നമ്മിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ഈ 3 അഡ്രസ്സുകളും കണ്ടിന്യൂസ് അഡ്രസ്സ് അല്ല. 0 കഴിഞ്ഞ് പിന്നെ C പിന്നെ 8 അങ്ങനെ ഡിഫറെൻറ്റാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോയിൻ്റർ അരിത്തമാറ്റിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കും. അതായത് എന്താണ് നമ്മൾ ഈ
+1 എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ സെയിം പ്രോഗ്രാം ചെറിയ രീതിയിലൊരു മോഡിഫിക്കേഷൻ വരുത്തിയേക്കുക. എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് അതുപോലെ തന്നെ num1 5 num2 10 num3 15 ആ സെയിം പോയിന്റേഴ്സ്. എന്നിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന നോക്കുക, ptr1 = num1. ptr1 എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിളിലോട്ട് num1ൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സി ഔട്ട് അഡ്രസ് സ്റ്റോർഡ് ഇൻ ptr1. ptr1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് സ്റ്റോർഡ് ഇൻ ptr1. ptr1ൻ്റെ ഉള്ളിൽ അഡ്രസ്സ് എന്തായിരിക്കും പിള്ളേരെ? നമ്മിൻ്റെ അഡ്രസ്സ്. അത് കിട്ടാൻ വേണ്ടി ptr1 നമ്മൾ നേരത്തെ ചെയ്ത പോലെ ptr1 കിട്ടും. ഇനി കണ്ടന്റ് ഓഫ് ptr1ൻ്റെ കണ്ടന്റ് എന്തായിരിക്കും പിള്ളേരെ? കിട്ടാൻ വേണ്ടിയിട്ട് ptr1ൻ്റെ ഉള്ളിൽ num1ൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അതിൻ്റെ ഉള്ള കണ്ടന്റ് കിട്ടാൻ വേണ്ടി *ptr. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കിട്ടും. ptr1ൻ്റെ ഒരു അഡ്രസ്സ് കിട്ടും. *ptr1 എന്ന് പറയുമ്പോൾ നമ്മിൻ്റെ ഉള്ളിൽ ഡേറ്റ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പോയിന്റർ അരിത്തമാറ്റിക് ചെയ്യുക. ptr2 രണ്ടാമത്തെ പോയിന്റർ വേരിയബിൾ = ptr1 + 1. ptr1 + 1. അപ്പം നിങ്ങൾ വിചാരിക്കും ptr1ൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഡേറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എന്നുള്ളതല്ല. ptr1 + 1 എന്ന് പറയുമ്പോൾ 1 × 4. കാരണം ptr2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് ptr2യിലോട്ട് നമ്മൾ കൊടുക്കാൻ പോണത് ptr1 + 1. അതായത് ptr1ൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ +1 × 4. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ptr1ൻ്റെ അഡ്രസ്സ് കഴിഞ്ഞ് അടുത്ത 4 സ്പേസ് കഴിയുമ്പോൾ കിട്ടുന്ന അഡ്രസ്സാണ് നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ptr2. അപ്പോൾ 4 bytes ആഡഡ് ടു ptr1. എങ്ങനെയാ? ptr1 + 1 × 4. അപ്പോൾ അതായിരിക്കും പുതിയ ptr2ൻ്റെ ലൊക്കേഷൻ. അഡ്രസ് ഓഫ് ptr2ൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ptr2 എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച്. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, ptr2 = &num2. ptr2 = &num2 എന്ന് പറയുമ്പോൾ നമ്മൾ ptr2ലേക്ക് ptr1 കഴിഞ്ഞ് അടുത്ത 4 സ്പേസ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ptr2ലേക്ക് &num2 എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? ptr2ലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് num2ൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ എന്താണ്? num2ൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് *ൽ കണ്ടന്റ് ഓഫ് ptr2 എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ *ptr2. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ptr2 = ptr1 + 1 എന്ന് പറയുമ്പോൾ എന്താണ്? 4 ബൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റയാണ് ptr2യിലോട്ട് കൊടുക്കുക. ആ ptr2 എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? num2ൻ്റെ അഡ്രസ്സാണ്. കാരണം പോയിന്റർ വേരിയബിൾ എപ്പോഴും ഒരു അഡ്രസ്സ് ആയിരിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? ptr2 പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്കൊരു അഡ്രസ്സ് കിട്ടും. അത് ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അഡ്രസ്സ് കഴിഞ്ഞ് തൊട്ടടുത്ത അഡ്രസ്സായിരിക്കും. ഇനി കണ്ടന്റ് അടുത്ത് നോക്കിയാൽ ptr3 = ptr1 + 2. ptr3 = ptr1 + 2 എന്ന് പറയുമ്പോൾ അടുത്ത മെമ്മറി ലൊക്കേഷൻ, അതായത് മൂന്നാമത്തെ പോയിന്റർ വേരിയബിളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ptr1, അതായത് ആദ്യത്തെ അഡ്രസ്സിൻ്റെ കൂടെ +2 എന്ന് ചെയ്യുമ്പോൾ 2 × 4, അതായത് 4 ചെയ്യാൻ കാരണം ptr1 എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റർ വേരിയബിൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്. അപ്പം 2 × 4 ചെയ്യുമ്പോൾ 8. അപ്പോൾ ptr1 എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ കൂടെ 8 സ്പേസും കൂടി ആഡ് ചെയ്തിട്ടുള്ള സ്പേസ് ആയിരിക്കും ptr3യിൽ ഉണ്ടാവുക. അപ്പോൾ ptr3 പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് ptr3യുടെ അഡ്രസ്സ് കിട്ടും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ ptr3യിലോട്ട് = num3 എന്ന് വെറുതെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ptr3യിലോട്ട് num3യുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത്. ഇതിവിടെ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്തേ? ഈ കേസിൽ നമ്മൾ ജസ്റ്റ് ptr3യുടെ അഡ്രസ്സ് തൊട്ട് അടുത്തതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ptr3യിലോട്ട് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത num3യുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റെപ്പ് എഴുതിയെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ ചെയ്യുകയാണ് ptr3യുടെ ഉള്ളിലെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്? *ptr3. എന്നിട്ട് ഇത്രയും എഴുതി. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. ഈ സ്റ്റെപ്പ് എന്താ ചെയ്തിരിക്കുന്നത്? ptr1ൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സിൻ്റെ കൂടെ ptr1 + 1 ചെയ്തതാണ് ptr2 പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ptr2ൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ ptr1ൻ്റെ കൂടെ +4 ബൈറ്റും കൂടി ആഡ് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും ptr2ൽ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ptr2യിലോട്ട് പുതിയൊരു അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ച് ഇത് num2ൻ്റെ അഡ്രസ്സ്. അത് കൊടുക്കാൻ കാരണം അങ്ങനെ കൊടുത്താലേ ഈ num2യിലുള്ള കണ്ടന്റ് എത്രയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് കിട്ടുള്ളൂ.
അതല്ല നമുക്ക് വേണമെങ്കിൽ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞ് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. എന്ത്? PTR1 കൂടെ കണ്ടൻറ്റ് പ്ലസ് വാല്യൂ. അതായത് PTR1 ഉള്ളിലെ കണ്ടൻറ്റ് എന്തായിരുന്നു? num1 ഉള്ളിലെ കണ്ടൻറ്റ് ആയിരുന്നു. ഈ num1 ഉള്ളിലെ കണ്ടൻറ്റ് 5 ആയിരുന്നു. 5 കൂടെ ഒന്നുകൂട്ടി 6 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടൻറ്റും വാല്യൂയും കൂടി ആഡ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർ, ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതിയില്ലേ പിള്ളേരെ? PTR1+1 ഇങ്ങനെ PTR1+2 PTR1+1 അല്ലെങ്കിൽ സ്റ്റാർ PTR1 സ്റ്റാർ PTR2 അങ്ങനെ എഴുതുന്നതിന് പകരം സ്റ്റാർ PTR1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? 5 എന്നാണ് കിട്ടുക. കാരണം PTR1 ഉള്ളിലുള്ള അഡ്രസ്സിൻ്റെ ഉള്ളിലെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർ PTR1+2 എന്ന് ചെയ്യുമ്പോൾ 5 + 2 7 കിട്ടും. ഇനി സ്റ്റാർ PTR2+2 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുക? സ്റ്റാർ PTR2+2 എന്ന് പറയുമ്പോൾ PTR2 ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10 10 + 2 12 എന്ന് കിട്ടും. സ്റ്റാർ PTR3+2 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുക? PTR3 ഉള്ളിലിരിക്കുന്നത് num3 വാല്യൂ ആണ്, അതിൻ്റെ കൂടെ 2. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഉത്തരം നോക്കാം. PTR1+2 എന്ന് പറയുമ്പോൾ 5 + 2 7 കിട്ടും. ഇവിടെ PTR2 ഉള്ളിലെ കണ്ടൻറ്റ് 10 ആയിരുന്നു, 10 + 2 12 കിട്ടും. PTR3+2 ചെയ്യുമ്പോൾ PTR3 ഉള്ളിലിരിക്കുന്ന num3 കണ്ടൻറ്റ് 15 + 2 17 കിട്ടും. അപ്പോൾ ഇതൊന്ന് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നോക്കി, അഡ്രസ് സ്റ്റോർഡ് ഇൻ PTR1. PTR1 ഉള്ളിലുള്ളത് എന്താണ്? PTR1 ഉള്ളിലുള്ള അഡ്രസ്സ് 060FEE0 num1 അഡ്രസ്സാണ്. ഇനി PTR2 ഇനി കണ്ടൻറ്റ് എന്തായിരിക്കും? PTR1 ഉള്ളിൽ കണ്ടൻറ്റ് 5 ആയിരിക്കും. അഡ്രസ് ഓഫ് PTR2 അഡ്രസ്സ് നോക്കി പിള്ളേരെ 0 കഴിഞ്ഞിട്ട് അതേ കാര്യം തന്നെ 4 സ്പേസ് കഴിഞ്ഞിട്ടുള്ളതാണ് PTR2 കണ്ടൻറ്റ്. എന്നിട്ട് PTR2 ഉള്ളിൽ പ്രിൻ്റ് ചെയ്യിക്കാൻ പറഞ്ഞപ്പോൾ PTR2 ഉള്ളിൽ 10 പ്രിൻ്റ് ചെയ്ത്. ഇത് കഴിഞ്ഞ് 4 സ്പേസ് കഴിഞ്ഞപ്പോൾ ഇവിടെ 8 അല്ലേ? 0 കഴിഞ്ഞ് 4 സ്പേസ് കഴിഞ്ഞപ്പോൾ അടുത്ത PTR2 വാല്യൂ വന്ന്, അത് കഴിഞ്ഞ് 4 സ്പേസ് കഴിഞ്ഞപ്പോൾ 8 വന്നപ്പോൾ തൊട്ടടുത്ത്. അപ്പോൾ 4 സ്പേസ് വെച്ചിട്ടാണ് PTR1 PTR2 PTR3. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടൻറ്റ് ഓഫ് PTR3 = 15. അങ്ങനെ 3 കഴിഞ്ഞ് ഇനി PTR കണ്ടൻറ്റ് പ്ലസ് വാല്യൂ, അതായത് 5 + 2 7 കിട്ടി. PTR2 കണ്ടൻറ്റ് പ്ലസ് വാല്യൂ 12 കിട്ടി. അടുത്തത് 17 കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുത്താൽ, അതായത് സ്റ്റാർ PTR1 എന്ന് വെച്ചാൽ കണ്ടൻറ്റ് കിട്ടും. ആ കണ്ടൻറ്റിൻ്റെ കൂടെ ജസ്റ്റ് ഒരു വാല്യൂ ആഡ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കാം. സ്റ്റാർ PTR2+2 എന്ന് എഴുതി കൊടുത്താൽ ഈ കണ്ടൻറ്റിൻ്റെ കൂടെ +2. അതല്ലാണ്ട് ഈ കേസിൽ നമ്മൾ വെറും PTR+1+2 PTR2+2 എന്ന് എഴുതിയാൽ അഡ്രസ്സിൻ്റെ കൂടെ ആഡ് ചെയ്യലാണ്. സ്റ്റാറിൻ്റെ കൂടെ എഴുതിയാൽ സ്റ്റാറിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടൻറ്റ് പ്ലസ് വാല്യൂ. ഇപ്പം ഞാനിവിടെ 2 വരെ ഇവിടെ 5 എന്ന് കൊടുത്ത് ഇവിടെ 15 എന്ന് കൊടുത്താൽ കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ലാസ്റ്റത്തെ ആൻസർ നോക്കുക. 5ൻ്റെ കൂടെ 15 ആഡ് ചെയ്യുമ്പോൾ 20. അപ്പം സ്റ്റാർ PTR1+15 എന്ന് പറഞ്ഞാൽ സ്റ്റാർ PTR1 ഉള്ളിലുള്ള നമ്മിൻ്റെ ഉള്ളിലുള്ള ഡേറ്റാണ് 5 + 15 20 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇത് 1-2 എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ഈ PTR+1 എന്ന് പറഞ്ഞാൽ PTRൻ്റെ കൂടെ ഡയറക്റ്റ് 1 ആഡ് ചെയ്യുമല്ല, PTR+1 × 4. ഇവിടെ 4 ആഡ് ചെയ്യാൻ കാരണം അതൊരു എന്ത് ഡേറ്റ ആയതാണ്? ഇൻറ്റിജർ ഡേറ്റ ആയതുകൊണ്ട്. ക്യാരക്ടർ ഡേറ്റ ആണെങ്കിൽ 1 × 1 എന്നേ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഡേറ്റയും അഡ്രസ്സും ഡേറ്റയുടെ കൂടെ വാല്യൂ ഒക്കെ ആഡ് ചെയ്യുന്ന രീതികൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇതാണ് പോയിൻ്റർ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ്. ഇനി ഒരു ചെറിയൊരു തിയറി പോർഷൻ കൂടി ഉള്ളൂ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഓൺ പോയിൻറ്റേഴ്സിൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പോലെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. എമംഗ് ദ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇത്രയും നമ്മൾ പഠിച്ചത്. അതിൽ നമുക്ക് പോയിൻറ്റേഴ്സിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ് ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ മെമ്മറി അഡ്രസ് ഈസ് സിംപ്ലി എ യൂണിക് നമ്പർ ടു ഐഡൻറ്റിഫൈ ഈച്ച് മെമ്മറി ലൊക്കേഷൻ. മെമ്മറി അഡ്രസ് ഈസ് സിംപ്ലി എ യൂണിക് നമ്പർ ടു ഓരോരോ മെമ്മറി ലൊക്കേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് യുണീക്ക് ആയിട്ടിരിക്കുന്ന ഓരോരോ വാല്യൂ ആയിരിക്കും മെമ്മറി അഡ്രസ്സ് എന്ന് പറയുക. ഇഫ്
അപ്പോൾ അതിൽ എക്സ്പ്ലനേഷൻ പറയാം. പിയും ക്യൂവും 2 പോയിന്റേഴ്സ് ആണെങ്കിൽ, പോയിന്റർ വേരിയബിൾ ആണെങ്കിൽ, ദേ മേ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ സെയിം ഇൻഡിജർ ലൊക്കേഷൻ. ചിലപ്പോൾ പിയും ക്യൂവും പോയിന്റ് ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പി ഡബിൾ ഈക്വൽ ടു ക്യൂ, അതായത് പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ പോയിന്റ് ചെയ്യുന്നതും ക്യൂ എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ പോയിന്റ് ചെയ്യുന്നതും സെയിം ലൊക്കേഷനിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പി ഡബിൾ ഈക്വൽ ടു ക്യൂ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പി നോട്ട് ഈക്വൽ ടു ക്യൂ എന്നുള്ളതും ചെക്ക് ചെയ്യാം. 2 പോയിന്റർ വേരിയബിൾ ഒരേ സ്ഥലത്തോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, ഒരേ ലൊക്കേഷനിലോട്ട് അല്ലേ പോയിന്റ് ചെയ്യണേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു നമുക്ക് റിലേഷണൽ ഓപ്പറേഷൻസ് നമുക്ക് പോയിന്റർ വേരിയബിളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സും റിലേഷണൽ ഓപ്പറേറ്റേഴ്സും നമുക്ക് പോയിന്റർ വേരിയബിളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.